ഹായ്, റെയ്നൽ ദിസ് സൈഡ്. ആക്ച്വലി നിങ്ങൾ ഫോറെവറിൽ സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോറെവർ ബിസിനസ് ഓണറാണോ? ചിലപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനീ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓണർ ആവാൻ സാധിക്കും. തീർച്ചയായിട്ടും ഫോറെവറിലോട്ട് കയറി വരുന്നൊരു വ്യക്തികൾക്ക് ഒരുപാട് നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവുമായിരിക്കും. ആൻഡ് ഈ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, അതും കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഞാൻ എൻ്റെ ജേണിയിൽ നിന്ന് ഞാൻ ആക്ച്വലി ഫോറെവറിൽ സ്റ്റാർട്ട് ചെയ്ത് 2018 ഇപ്പോൾ ഏകദേശം 6-7 വർഷം ആവാറായി. എൻ്റെ ഇത്രയും നാളത്തെ ജേണിയിൽ നിന്ന് ഞാൻ ഫോറെവറിൽ നിന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ സക്സസ്ഫുള്ളായി നിൽക്കുന്ന എല്ലാവരും മാനേജേഴ്സും ആൻഡ് അബവ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന 4 കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഫോറെവർ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. നമ്പർ 1, യൂസ് എ പ്രൊഡക്റ്റ് റെഗുലർലി. ഏറ്റവും ഫസ്റ്റായിട്ട് ഫോറെവറിൽ മനസ്സിലാക്കേണ്ടത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനാണ്. കാരണം ഗ്രേറ്റ് ബിസിനസ് ആർ ബിൽഡ് ഓൺ ഗ്രേറ്റ് പ്രൊഡക്ട്സ് എന്നാണ് ശരിക്കുമുള്ള വേൾഡ് ക്ലാസ് ബിസിനസ് ലീഡേഴ്സ് പറയാറുള്ളത്. ആൻഡ് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം തന്നെ. ഫോറെവർ ഒരു വെൽനെസ് കമ്പനിയാണ്. ഹെൽത്ത് വെൽനെസ് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് നമ്മൾ യൂസ് ചെയ്യാനും നമുക്ക് അറിയാനും സാധിക്കണം. നമ്മളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും CC ഡ്രിവൺ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം 0 CC പ്രൊഡക്ട്സ് ആയിരിക്കും. CC എന്താണെന്ന് അറിയോ? കേസ് ക്രെഡിറ്റ്സ്. ഓരോ പ്രൊഡക്ട്സിനും ഓരോ പോയിൻ്റ് ഉണ്ടാകും, അതാണ് കേസ് ക്രെഡിറ്റ്സ്. അപ്പോൾ നമ്മുടെ CC പ്രൊഡക്ട്സ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ CC അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ CC കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എത്രയോ പേരാണ് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത്? സ്പ്രേ, ബോഡി സ്പ്രേസ് ഉണ്ടാകും, ഡിയോഡറൻസ് ഉണ്ടാകും, സോപ്പ് യൂസ് ചെയ്യും, പേസ്റ്റ് യൂസ് ചെയ്യും, ഷാംപൂ യൂസ് ചെയ്യും, സ്ക്രബ് യൂസ് ചെയ്യും, മോയ്സ്ചറൈസർ, അങ്ങനെ ഒരുപാട് ഹണി. ഇതൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മൾ മറ്റ് ബ്രാൻഡുകളാണ് യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കടയിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചതൊക്കെ യൂസ് ചെയ്യാറ്. പേസ്റ്റ് ആയാലും ഷാംപൂ ആയാലും സോപ്പ് ആയാലും മോയ്സ്ചറൈസർ വാട്ടെവർ ഇറ്റ് ഈസ് നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗം കിട്ടുന്നുണ്ടോ? അതല്ലെങ്കിൽ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടോ? സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടും ഇല്ല. പക്ഷെ ഫോറെവറിൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 2 ബെനിഫിറ്റ്. ഒന്ന്, നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ തന്നെ യൂസ് ചെയ്യുന്നുള്ളൊരു കാര്യം നമുക്ക് കാണിക്കാൻ പറ്റും. 2, ബിസിനസ് നമുക്ക് കയറും. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രൊഡക്റ്റ്, നിങ്ങൾക്കൊരു അലോ സ്റ്റോർ ഉണ്ടാകും. നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ടേൺ ഓവർ കഴിഞ്ഞ് വരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു അലോ സ്റ്റോർ നിങ്ങളുടെ പേരിൽ ഓപ്പൺ ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ അലോ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തന്നെയാണ് CC കൂടുന്നത്. അതൊന്ന്. 2, നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്കും കോൺഫിഡൻ്റ് ആവും മറ്റുള്ളവരോട് പറയാൻ. കാരണം നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അതാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റും. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല, പ്രൊഡക്റ്റിനോട് വിശ്വാസമില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മുടെ പ്രൊഡക്ട്സിനെ വിശ്വസിക്കുക? കാരണം ഹെൽത്ത്, നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് പേര് ആരോഗ്യം ആവശ്യമുള്ളവരുണ്ട്. നമ്മുടെ മക്കളാവട്ടെ, ഹസ്ബൻഡ് ആവട്ടെ, അതല്ലെങ്കിൽ വൈഫ് ആവട്ടെ, പാരൻസ് ആവട്ടെ, ഇവരായിരിക്കണം നമ്മുടെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഷെയർ ദി പ്രൊഡക്റ്റ്. ഷെയർ ദി ബെനിഫിറ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് ആൻഡ് ലേൺ അബൌട്ട് ദി പ്രൊഡക്ട്സ്. ഇതാണ് ഏറ്റവും വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഫോറെവറിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുക, നല്ലൊരു കൺസ്യൂമർ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. എങ്ങനെയാണ് നമുക്ക് ഗ്ലോബലി കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റണമെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ അപ്ലൈൻ മാനേജേഴ്സ് ചെയ്യുന്നോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള അപ്ലൈൻ സൂപ്പർവൈസേഴ്സ് ചെയ്യുന്നോ, എങ്ങനെയാണ് ഗ്ലോബലി നിങ്ങൾക്ക് കൺസ്യൂമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് കസ്റ്റമേഴ്സിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുക എന്ന് നിങ്ങൾ പഠിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യണം. നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ തിരിച്ചറിയും. എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിലുള്ള ലുക്സ് വർദ്ധിച്ച് അതല്ലെങ്കിൽ ഹെൽത്ത് വർദ്ധിച്ച് എന്നൊക്കെ അവർ തന്നെ കാണും, അവർ നമ്മളോട് ചോദിക്കും. അപ്പോൾ തന്നെ നല്ല രീതിയിലൊരു കൺസ്യൂമർ ബേസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ കൺസ്യൂമർ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോർമുലയാണ് നമ്മുടെ സാജു പുൾസാറിൻ്റെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം. ആഴ്ചയിൽ 2 ദിവസം, എല്ലാ ആഴ്ചയിലും കണ്ടക്ട് ചെയ്യുന്ന 2 ദിവസത്തെ ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ് സാജു പുൾസാറിൻ്റെ. അത്തരത്തിൽ നമുക്ക് കമ്പനിയെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും, പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും, കൺസ്യൂമർ ക്രിയേഷനെ കുറിച്ച് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള കൂടുതൽ അറിവ് നിങ്ങൾക്ക് നേടാം. നമ്മൾ പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരുന്നാലാണ് നമുക്കിത് മറ്റുള്ളവരോട് പറയാൻ സാധിക്കുക. ഒരു 20 to 30 കൺസ്യൂമേഴ്സിനെ, റെഗുലർ കൺസ്യൂമേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം.
അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റെഗുലർ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. മാസം ഒരു 20,000 to 30,000 റുപ്പീസ് ഏൺ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കൺസ്യൂമർ ബേസ് മാത്രം ക്രിയേറ്റ് ചെയ്ത്. അപ്പം അത്തരത്തിൽ ഒരു കൺസ്യൂമർ ബേസ്, റെഗുലർ കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ പ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുക. സ്വാഭാവികമായിട്ട് ഇവിടെ ഫാമിലിയിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എനിക്കറിയാം, പക്ഷേ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഫോറെവർ ബിസിനസ് ഓണർ അവനൊറ്റയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൻ്റെ പാരൻസ് ആയാലും ചിലപ്പോൾ ഹസ്ബൻഡ് ആയാലും വീട്ടുകാരൊക്കെ ആണെങ്കിലും വലിയ സപ്പോർട്ടീവ് ആയിരിക്കില്ല. 99% കേസ് എൻ്റെയും അങ്ങനെയായിരുന്നു. പക്ഷേ നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം. എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാം? നമ്മളിതുപോലത്തുള്ള പ്രോഗ്രാംസുകൾ അവർ ഇൻവൈറ്റ് ചെയ്യുക. അങ്ങനെ അവരെ ശരിക്കും പോസിറ്റീവ് ആക്കാൻ പറ്റും. അവർ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർ പോസിറ്റിവിറ്റി ഉണ്ടാവും. പിന്നീട് ആ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരായിരിക്കും ഈ പ്രൊഡക്ഷനെ കുറിച്ചും ഇതിൻ്റെ ബെനിഫിറ്റ്സും മറ്റുള്ളവരോട് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഫാദറാണ് മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ഫാദറിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. മറ്റുള്ളവർക്ക് നല്ലത് കിട്ടണമെങ്കിൽ, നല്ല ഉപകാരം വരണമെങ്കിൽ ആയിക്കോട്ടെ, ഈ പ്രൊഡക്ഷനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അദ്ദേഹം പറയുന്നത്. ചിലത് പോലും അദ്ദേഹം ഫ്രീ ആയിട്ട് വരെടുത്ത് കൊടുക്കുന്നതും അതുകൊണ്ടാണ്. അതായത് നമ്മളിതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിലൊരു കൺസ്യൂമർ ബേസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. അതിന് ഈ സാജു പോൾ സാറിൻ്റെ സെഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഷെയർ ദി ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഓപ്പർച്യൂണിറ്റിയെ ഡെയിലി ബേസിസിൽ ഷെയർ ചെയ്യാൻ നമ്മൾ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യവും വരുമാനവും ഏൺ ചെയ്യാനുള്ള അവസരം. എല്ലാവർക്കും ആരോഗ്യവും വരുമാനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർക്കൊരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, ചിലവർക്കൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടാവും, അതിലേക്ക് അങ്ങനെ പല രീതിയിൽ ചിലപ്പോൾ സൈഡ് ഇൻകം ആയിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഒരു വരുമാന മാർഗ്ഗം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടാവും. അവർക്കും ഫോറെവർ വളരെ ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അതും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഹെൽത്തും ഇൻകം ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഓൺലൈനിലൂടെയും ഒപ്പം തന്നെ ഓഫ്ലൈനിലൂടെയും നമുക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്കൊരു ടീം ബിൽഡിങ്ങിലൂടെ നല്ല രീതിയിലൊരു വോളിയം ക്രിയേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. നാലാമത്തെ ഒരു കാര്യമാണ് ഡ്യൂപ്ലിക്കേറ്റ് ദി അബൌട്ട് 3. അതായത് നിങ്ങളുടെ ടീമിലൊരു ടീം മെമ്പർ പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് അവരെ വലിയ രീതിയിൽ ഗൈഡ് ചെയ്യില്ല. ഒരു സ്പോൺസർ എന്ന നിലയിൽ ഫോറെവറിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നല്ലൊരു ടീം നിങ്ങൾക്ക് വേണം. ആ ടീമിനെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ നിങ്ങൾ അറിയണം. എങ്ങനെയാണ് ടീമിനെ ഗൈഡ് ചെയ്യേണ്ടത്? വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ടീംമേറ്റ്സിനെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു സ്പോൺസറിൻ്റെ ഉത്തരവാദിത്വം. ഒരു ടീം മെമ്പർ നിങ്ങളുടെ അടുത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 260 അല്ലെങ്കിൽ 5,000 അവർ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് വന്നു എന്ന് വിചാരിക്കുക. അവരങ്ങനെ ബിസിനസ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ, അവരും പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ടോ, അവരും നമ്മുടെ സാജു പോൾ സാറിൻ്റെ സെഷനും മെൻറ്റർഷിപ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ന സ്പോൺസർ ഉറപ്പുവരുത്തുക. അവർ പ്രൊഡക്ട്സ് ഷെയർ ചെയ്യുന്നുണ്ടോ, അവരും കൺസ്യൂമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ അങ്ങനെയും അവർക്കൊരു റെഗുലർ ഇൻകം ഏൺ ചെയ്യാൻ നിങ്ങളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അവർക്കൊരു കൺസ്യൂമർ ബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളും അവരെ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. മൂന്നാമത്തത്, അവരും ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളും അവരായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ടീംമേറ്റ്സിനെ ഈ 3 കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം, മോണിറ്റർ ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീംമേറ്റ്സും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഇതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടി നിങ്ങളുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കും. ഈ 4 കാര്യങ്ങളാണ് ഞാനും ഫോറെവറിൽ വന്ന സമയം തൊട്ട് ഇതുവരെ ചെയ്യുന്നത്. ഫോറെവറിൽ സക്സസ്ഫുള്ളായി നിൽക്കുന്ന എല്ലാവരും ഈ 4 കാര്യങ്ങളാണ് കൺസിസ്റ്റൻ്റായിട്ട് എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ പാഷനേറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിലുള്ളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒരു റെഗുലർ കൺസ്യൂമർ ബേസ് നമ്മൾ ബിൽഡ് ചെയ്യും. ഒപ്പം തന്നെ നല്ല ഓപ്പർച്യൂണിറ്റിയും ഡെയിലി ബേസിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെൽത്തി ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ നമ്മുടെ ടീംമേറ്റ്സിനെയും ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെയും നല്ല രീതിയിൽ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാനും ഒരു ടീം ബിൽഡിങ്ങിന് നല്ല രീതിയിൽ പറ്റും. ഒരു എക്സ്ട്രാ പോയിൻ്റ് ഞാൻ ആഡ് ചെയ്യാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്താൽ വിജയിക്കും. 5ാമത്തെ ഒരു കാര്യം ഹാർഡ് വർക്ക്. റിയൽ ഹാർഡ് വർക്കാണ് ഫോറെവറിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്ര എളുപ്പമായിരിക്കില്ല, അത്ര സുഖകരമായിരിക്കില്ല. ഏതൊരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത്ര സുഖകരമായിരിക്കില്ല. അതുപോലെ തന്നെയാണ് ഫോറെവറിൻ്റെ ബിസിനസ്. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് പറയുന്നവർ നാളെ പോസിറ്റീവായിട്ട് പറയും. നമ്മുടെ റിസൾട്ട് കണ്ടിട്ട്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് കണ്ടിട്ട്, നമ്മളിൽ തന്നെ ഒരു ചേഞ്ച് കണ്ടിട്ട് അവർ മാറും. അക്സെപ്റ്റ് റിജക്ഷൻ ആസ് ഇറ്റ് ഈസ്. നിങ്ങളുടെ റിജക്ഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത്, മറ്റുള്ളവർ പറയുന്ന റിജക്ഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത്
നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ, ബിസിനസ് ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കും, അവിടെ റിസൾട്ട് കാണും. അതല്ലാതെ നമ്മൾ വളരെ പെട്ടെന്ന് ക്വിറ്റായി പോവുകയാണെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും നാശനഷ്ടം വരിക. സോ ഹാർഡ് വർക്ക് റിയലി പേസ് ഓഫ് എന്ന മന്ത്രത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ആൻഡ് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ്സ് നിങ്ങൾക്ക് ഇനി യൂട്യൂബിൽ അവൈലബിൾ ആവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ യെസ് ഐ നീഡ് ട്രെയിനിങ്സ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തുള്ള ചെറിയ ചെറിയ ഷോർട്ട് ട്രെയിനിങ്സുകൾ വീണ്ടും ഇടുന്നതായിരിക്കും. താങ്ക് യു.